രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഹനുമാൻ ചാലിസയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ക്ലാസ്സാണിത്. ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറായ 9645333999 അതിലേക്ക് വാട്സപ്പും ഉണ്ട്, ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. ആദ്യത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹനുമാൻ ചാലിസ 11ാമത്തെ ശ്ലോകമാണ്. അത് പാടിത്തരുന്നത് മറ്റാരുമല്ല, ഇതിനകം വെച്ച് തന്നെ നിങ്ങൾക്ക് പ്രിയങ്കരിയായി മാറിയിട്ടുള്ള ശില്പയാണ്. അപ്പോൾ ഇന്ന് ഹനുമാൻ ചാലിസ പാടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമുക്ക് അഷ്ടപതി പാടുന്ന, ഇപ്പോൾ ഇതാ ഹനുമാൻ ചാലിസ പാടാൻ പോകുന്ന ശില്പയാണ്. ഞങ്ങളുടെ കോഴിക്കോട് യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും കൂടാണ്. ആരെന്ന് പറയുന്നത് ശില്പ. രാധേ രാധേ ചാനലിൻ്റെ കോഴിക്കോട് യൂണിറ്റിൻ്റെ പ്രസിഡന്റാണ് നമ്മുടെ ശില്പ എന്ന് പറയുന്നത്. ശില്പ അതിമനോഹരമായി പാടുകയാണ്. എന്നിട്ട് ഞാൻ പഠിപ്പിച്ചു തുടങ്ങാം. സൂക്ഷ്മരൂപധരി സിഹൈ ദിഖാവ, വികടരൂപധരി ലങ്ക ജലാവ. അപ്പോൾ നമ്മുടെ ശില്പ അത് പാടി തന്നത് കേട്ടല്ലോ. ഇനി കേട്ടുകൊള്ളൂ. സൂക്ഷ്മരൂപ ധരി സിയഹിം ദിഖാവ, വികടരൂപധരി ലങ്ക ജരാവ. ധരി അർത്ഥം ധരിച്ച്. അപ്പൊ സൂക്ഷ്മരൂപധരി, സൂക്ഷ്മരൂപം ധരിച്ച്. സിയഹി, സിയഹി സീത. സിയഹി എന്ന് പറഞ്ഞാൽ സീത. സിയഹിം സീത. ദിഖാവ, ദിഖാവ കണ്ടെത്തി.
ദിഖാവ കണ്ടെത്തി, വികടരൂപ, വികടരൂപ എന്ന് പറഞ്ഞാൽ ഭീകരരൂപം അല്ലെങ്കിൽ ഉഗ്രരൂപം, ധരി ധരിച്ച. അപ്പൊ വികടരൂപധരി എന്ന് പറഞ്ഞാൽ ഉഗ്രമായ രൂപം ധരിച്ച ലങ്ക, നമ്മുടെ രാവണന്റെ ലങ്ക, ജരാവ, ജരാവ കത്തിച്ചു. ജരാവ എന്ന് പറഞ്ഞാൽ കത്തിച്ചു, ലങ്കയെ കത്തിച്ചു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് ലങ്കയിലെത്തി അല്ലേ, അങ്ങ് ശ്രീരാമ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ലങ്കയിലെത്തി. അപ്പൊ എന്തു ചെയ്തു? ആരും തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി അതീവ സൂക്ഷ്മമായ രൂപം സ്വീകരിച്ചു. അത്രയ്ക്ക് അങ്ങ് ചെറുതായി ഹനുമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുത്തരുടെയും കണ്ണിൽ പെടത്തില്ല. നമ്മുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടും. ഇതങ്ങ് തീരെ ചെറിയ രൂപമായത് കൊണ്ട് ആരുടെ കണ്ണിലും പെട്ടില്ല. അങ്ങനെ അത്രയ്ക്ക് സൂക്ഷ്മമായ രൂപം ധരിച്ച് സീതാദേവിയുടെ മുന്നിലെത്തി. താൻ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണെന്നും അധികം താമസിയാതെ ഇവിടെ എത്തി ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ രക്ഷിക്കുമെന്നും ആര് പറഞ്ഞു? ഹനുമാൻ സീതാദേവിയോട് പറഞ്ഞു. അതിനുശേഷം ഈ സൂക്ഷ്മ രൂപം ധരിച്ച അതേ ഹനുമാൻ തന്നെയാണ് ലങ്കയെ അഗ്നിക്കിരയാക്കി ചുട്ടരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭീകരമായ രൂപം ധരിച്ചത്. അപ്പൊ ലങ്കയിലെത്തി സീതാദേവിയെ കാണാൻ വേണ്ടി അതീവ സൂക്ഷ്മ രൂപം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം വന്ന് ചെറുതായി ഒരു എറുമ്പിനേക്കാൾ ചെറുതായി സൂക്ഷ്മ രൂപം പ്രാപിച്ചു. പക്ഷെ ലങ്ക ചുട്ടരിക്കാൻ വന്നപ്പോഴോ ഭീകരമായ എല്ലായിടവും വ്യാപിച്ചു നിൽക്കുന്ന ഒരു രൂപം. അതായത് ഇതിലൂടെ കവി പറയുന്നത് ഹനുമാൻ സ്വാമിക്ക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ രൂപം മാറ്റാനുള്ള കഴിവുണ്ട്. ഹനുമാൻ സ്വാമിക്ക് അദ്ദേഹത്തിന് തൻ്റെ രൂപം വലുതാക്കാനും പറ്റും, ചെറുതാക്കാനും പറ്റും. അതിനു വേണ്ടുന്ന ബുദ്ധിയും ശക്തിയും ആർക്കുണ്ട്? ഹനുമാൻ സ്വാമിക്കുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ട ബുദ്ധിയും ശക്തിയും അത് പ്രത്യേക ഓർമ്മ വേണം. കാരണം വെറും ശക്തി മാത്രം പോരാ. ബുദ്ധി ഇല്ലാത്തവന് ശക്തി കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? വെറും ബുദ്ധി കൊണ്ടും 80% വിജയമേ നേടാൻ പറ്റൂ. 100% വിജയം നേടണമെങ്കിൽ ബുദ്ധിയും ശക്തിയും വേണം. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഏൽപ്പിച്ച ദൗത്യം 100% വിജയിപ്പിക്കാൻ സാധിച്ചത്. അങ്ങനെ ലങ്കയിലെത്തിയപ്പോൾ സൂക്ഷ്മരൂപം ധരിച്ച് സീതാദേവിയുടെ മുന്നിലെത്തിയ ഹനുമാൻ സ്വാമിയെ ലങ്ക ചുട്ടരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉഗ്രരൂപം ധരിച്ച ഹനുമാൻ സ്വാമിയെ, അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാൻ കഴിവുള്ള ഹനുമാൻ സ്വാമിയെ ഞങ്ങൾ നമിക്കുന്നു. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, ഞങ്ങൾക്ക് ധനം തരണേ, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ, ഞങ്ങൾക്ക് ആയുസ് തരണേ, ഞങ്ങൾക്ക് മനഃശാന്തി തരണമേ. രാധേ രാധേ ചാനലില് ഹനുമാൻ ചാലിസ കാണുന്ന എല്ലാവരെയും ഹനുമാൻ ഭഗവാനെ ധനധാന്യ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. ഭീമരൂപധരി അസുര സംഹാരേ രാമചന്ദ്ര കേ കാജ സംവാരേ. ഇനി നമുക്ക് അടുത്ത 12ാമത്തത് നമുക്ക് നോക്കാം. ഭീമരൂപധരി അസുര സംഹാരേ രാമചന്ദ്രകേ കാജ സംവാരേ. ഭീമരൂപ എന്ന് പറഞ്ഞാൽ ഭീകരമായ രൂപം, ധരി ധരിച്ച. അപ്പം ഭീമരൂപധരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭീകരമായ രൂപം ധരിച്ചിട്ട് എന്തു ചെയ്തു? അസുര രാക്ഷസന്മാരെ സംഹാരേ, സംഹാരേ എന്ന് പറഞ്ഞാൽ കൊന്നൊടുക്കി, സംഹരിച്ചു. രാമചന്ദ്രകേ എന്താണ്? കാജ് സംവാരേ. കാജ് സംവാരേ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോണം. രാമചന്ദ്രകേ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ, അതാണ് ശ്രീരാമചന്ദ്രൻ ഏൽപ്പിച്ച. കാജ് സംവാരേ കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കി. കാജ് സംവാരേ എന്ന് എഴുതി സമ ഇട്ടിട്ട് അതിൻ്റെ അർത്ഥം എഴുതണം.
കാര്യങ്ങൾ വളരെ ഭംഗിയായി നടപ്പിലാക്കി. അതായത് ഹനുമാൻ സ്വാമി ഭീകരമായ രൂപം അങ്ങോട്ട് സ്വീകരിച്ചു. ലങ്ക മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ കണ്ട് ശത്രുക്കൾ അമ്പരന്നു പോയി. അങ്ങനെ ലങ്ക മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ഉഗ്രമായ രൂപം ധരിച്ച നമ്മുടെ ഹനുമാൻ സ്വാമി എന്തു ചെയ്തു? നമ്മുടെ രാവണന്റെ പടയാളികളായ രാക്ഷസന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കി. അങ്ങനെ ശ്രീരാമ ഭഗവാന്റെ ശത്രുക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് രാമന് വലിയ സഹായമാണ് ചെയ്തത്. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ നൽകിയ ആ കർത്തവ്യം ഭംഗിയായിട്ട് ആര് നിറവേറ്റി? നമ്മുടെ ഹനുമാൻ സ്വാമി നിറവേറ്റി. കാരണം ശ്രീരാമചന്ദ്രന് രാവണനുമായി നേരിട്ട് യുദ്ധം ചെയ്യുമ്പോഴേക്കും അതിനു മുമ്പ് തന്നെ, നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാവണന്റെ സൈന്യത്തിലെ നല്ലൊരു പങ്ക് രാക്ഷസന്മാരെ ആര് കൊന്നൊടുക്കി കൊടുത്തു? ഹനുമാൻ സ്വാമി. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാന് എളുപ്പത്തിൽ രാവണനെ വിജയിക്കാൻ ഒരു വഴി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ചെയ്തത്. അങ്ങനെ ഉഗ്രമായ രൂപം സ്വീകരിച്ച് രാക്ഷസന്മാരെ കൊന്നൊടുക്കിയ ശ്രീരാമ ഭഗവാന്റെ ശത്രുക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാന് വലിയ സഹായം ചെയ്ത ശ്രീരാമ ഭഗവാൻ നൽകിയ ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കിയ ഹനുമാൻ സ്വാമിയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങൾ ആയുരാരോഗ്യ സൗഖ്യവും ധനവും നൽകണേ. लाय संजीवन लखन जियाए, श्री रघुवीर हर्षि उर लाए. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ്? ലായ സംജീവനി ലഖന ജിയായേ ശ്രീ രഘുബീര ഹർഷി ഉരലായേ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഇച്ചിരി കട്ടി വാക്കുകളായതുകൊണ്ട് ഞാൻ നിർത്തി പറയുകയാണ്. ഒരു പക്ഷേ ശില്പയോ മറ്റോ പാടുമ്പോൾ ആ പാടുന്നതിനകത്ത് ചെറിയ വ്യത്യാസം വേണമെങ്കിൽ വരാം. അതുകൊണ്ട് ഉച്ചാരണം കറക്റ്റായിട്ട് ഇത് നോക്കിയാൽ മതി. ലായ സംജീവനി ലഖന ജിയായേ ശ്രീ രഘുബീര ഹർഷി ഉരലായേ. അപ്പം ലായ കൊണ്ടുവന്നു. സംജീവനി, മനസ്സിലായില്ലേ? സഞ്ജീവനി എന്ന ഔഷധം കൊണ്ടുവന്നു. ലഖന അർത്ഥം ലക്ഷ്മണനെ. ജിയായെ ജീവിപ്പിച്ചു. അർത്ഥം എഴുതിക്കൊള്ളണം. ജിയായെ ജീവിപ്പിച്ചു. ശ്രീ രഘുബീര എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ. ഹർഷി സന്തോഷവാനായി. നമ്മുടെ സംസ്കൃത വാക്ക് ഹർഷം എന്നതിൽ നിന്ന് വരുന്നതാണ്. ഹർഷി ഉരലായെ ആലിംഗനം ചെയ്തു. ഉരലായെ എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടോണം. അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് സഞ്ജീവനി ഔഷധം കൊണ്ടുവന്ന് ലക്ഷ്മണനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതായത് ഘോരമായ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ യുദ്ധം നടക്കുന്ന അവസരത്തിൽ നമ്മുടെ സാക്ഷാൽ ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ പോരാടുകയാണ്. രണ്ട് തുല്യ ശക്തികളുടെ പോരാട്ടം. അങ്ങനെ വന്നപ്പോൾ ഇന്ദ്രജിത്ത് ഒടുവിൽ ജയിക്കാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രം ഏറ്റതോടുകൂടി സാക്ഷാൽ ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് നിലത്തു വീണു. അപ്പോൾ രാമചന്ദ്ര ഭഗവാന് ഭയങ്കര സങ്കടമായി. അപ്പോൾ പറഞ്ഞു, ഇതിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. ആ മരുന്നെന്ന് പറയുന്നത് ഹിമാലയത്തിലെ ദ്രോണഗിരിയിലുള്ള സഞ്ജീവനി ഔഷധമാണ്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ ദ്രോണഗിരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിരവധി ചെടികൾ കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതെന്നറിയാൻ പറ്റാത്തത് കൊണ്ട് ആ ദ്രോണഗിരി മുഴുവനും തൻ്റെ കൈകളിൽ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എന്തൊരാരോഗ്യമാണ്! ഹനുമാന്റെ ശക്തി എന്താണെന്ന് വ്യക്തമാകും. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ സ്വാമി ദ്രോണഗിരി മുഴുവനും കൊണ്ടുവരികയും അതിലെ സഞ്ജീവനി ലക്ഷ്മണന് കൊടുക്കുകയും
അങ്ങനെ ലക്ഷ്മണൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ ശ്രീരാമചന്ദ്രൻ അങ്ങ് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യാതായി. തൻ്റെ അനുജൻ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. അതിന് കാരണക്കാരൻ ഹനുമാൻ സ്വാമിയാണ്. ഇത് ഹനുമാൻ സ്വാമിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ സന്തോഷത്തോടു കൂടി ആരെ ആലിംഗനം ചെയ്തു? ഹനുമാനെ ആലിംഗനം ചെയ്തു. അങ്ങനെ ലക്ഷ്മണനെ ജീവിപ്പിക്കാൻ വേണ്ടി ദ്രോണഗിരിയിൽ പോയി സഞ്ജീവനി ഔഷധം തിരിച്ചു കൊണ്ടുവന്ന സാക്ഷാൽ ഹനുമാനെ ഞാൻ നമസ്കരിക്കുന്നു. അതിയായ സന്തോഷം കൊണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്ത ഹനുമാൻ സ്വാമിയെ ഞാൻ നമിക്കുന്നു. रघुपति कीनी बहुत बड़ाई, तुम मम प्रिय भरत सम भाई. ഇനി നമുക്ക് 14-ാമത്തതിലേക്ക് പോകാം. രഘുപതി കീൻഹി ബഹുദ ബഡായി, തൂമ മമ പ്രിയ ഭരതഹിം സമഭായി. അർത്ഥം എഴുതിക്കോ. ബഹുദ വളരെയധികം, ബഹുദ വളരെയധികം, ബഡായി പ്രശംസിച്ചിരുന്നു, പ്രശംസിച്ചു അല്ലെങ്കിൽ പുകഴ്ത്തി. തുമ, തുമ എന്ന് പറഞ്ഞാൽ നീ, തൂമ നീ, മമ എൻ്റെ, ഭരതഹിം ഭരതനെ പോലെ, സമഭായി തുല്യ സഹോദരൻ, തുല്യ സഹോദരൻ. അതായത് പറയുകയാണ്, ഹനുമാൻ സ്വാമി, ശ്രീരാമൻ എപ്പോഴും അങ്ങേ എന്റെയും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ശ്രീരാമചന്ദ്രന് ഹനുമാൻ സ്വാമിയെ എത്ര പുകഴ്ത്തിയാലും തൃപ്തിപ്പെടുന്നില്ല. ഹനുമാൻ സ്വാമിയെ പുകഴ്ത്തി പുകഴ്ത്തി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഈ ഹനുമാൻ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അനുജനായ ഭരതന് തുല്യമാണ്. ശരിക്കും ലക്ഷ്മണനെ സഞ്ജീവനി ഔഷധം കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ നിമിഷം തൊട്ട് ശ്രീരാമചന്ദ്ര ഭഗവാന് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനായി മാറി ഹനുമാൻ. അപ്പോഴാണ് ആ സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞത്, ഹനുമാനെ, എൻ്റെ അനുജനായ ലക്ഷ്മണനെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നീ എനിക്ക് എൻ്റെ സഹോദരനായ ഭരതനെ പോലെയാണ്. ഭരതനോട് എനിക്ക് എന്ത് സ്നേഹമുണ്ട്, ഭരതനോട് എനിക്ക് എന്ത് വാത്സല്യമുണ്ട്. അത്രയും സ്നേഹവും അത്രയും വാത്സല്യവും ഹനുമാനെ എനിക്ക് നിന്നിലുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഹനുമാന്റെ ധീരതയും ഹനുമാന്റെ വിശ്വസ്തതയും പിന്നെ സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ നേരിട്ട് കാണുകയായിരുന്നു. ഇല്ലേ? ഹനുമാന്റെ ധീരത, ധീരത എന്ന് പറഞ്ഞാൽ എന്താ? പോയി ദ്രോണഗിരി എന്ന പർവ്വതം മുഴുവൻ കൊണ്ടുവന്നു. പിന്നെ വിശ്വസ്തത, ശ്രീരാമചന്ദ്ര ഭഗവാന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി. ലങ്കയിൽ ചെന്ന് ലങ്ക ചുട്ടരിച്ചു. ആവശ്യം വന്നപ്പം പോയി പർവ്വതം തന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഹനുമാൻ ധീരനുമാണ്, അങ്ങേയറ്റം വിശ്വസ്തനുമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശ്രീരാമ ഭഗവാൻ ഭരതനെ പോലെയാണ് തനിക്ക് ഹനുമാൻ. ഹനുമാനും ഭരതനും തമ്മിൽ തനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് വ്യക്തമാക്കുന്ന വരികളാണിത്. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ തൻ്റെ സഹോദരൻ ഭരതന് തുല്യമായി കാണുന്ന ഹനുമാൻ സ്വാമിയെ ഞാൻ നമിക്കുന്നു. ഞങ്ങൾ രാധേ രാധേ ചാനലിലെ ഓരോ അംഗങ്ങളും നമിക്കുന്നു. सहस बदन तुम्हारो यश गावै, अस कहि श्रीपति कंठ लगावै. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് അടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? സഹസ ബദന തുംഹരോ ജസ ഗാവയും അസ കഹി ശ്രീപതി കണ്ഠ ലഗാവയും. അർത്ഥം എഴുതിക്കോ. സഹസ ബദന, 1000 മുഖങ്ങളുള്ള അനന്തൻ, അതാണ് അർത്ഥം. 1000 മുഖങ്ങളുള്ള അനന്തൻ. തുംഹരോ അങ്ങയുടെ,
ജസ കീർത്തി, ഗാവയും പാടും, അസകഹി അങ്ങനെ പറഞ്ഞു, ശ്രീപതി ഭഗവാൻ ശ്രീരാമൻ, കണ്ട ലഗാവയും ആലിംഗനം ചെയ്തുകൊണ്ട്, അതായത് ലക്ഷ്മണനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതോടുകൂടി ശ്രീരാമചന്ദ്രന് ഹനുമാൻ സ്വാമിയെ എത്ര പുകഴ്ത്തിയിട്ടും തൃപ്തി വരുന്നില്ല, എത്ര ആലിംഗനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഹനുമാൻ സ്വാമിയെ വീണ്ടും 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 ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, അല്ലയോ ഹനുമാനേ, നിന്റെ കീർത്തി, നിന്റെ പ്രശസ്തി 1000 തലയുള്ള സാക്ഷാൽ അനന്തൻ അവൻ എപ്പോഴും നിന്റെ പ്രശസ്തി പാടിക്കൊണ്ടേയിരിക്കും. അതൊരു വലിയ അനുഗ്രഹവും ഒരു വലിയ വരവുമാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ നൽകിയത്. 1000 തലയുള്ള അനന്തൻ പോലും ഹനുമാനെ നിന്റെ കീർത്തി ഇങ്ങനെ ആലപിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ 1000 തലയുള്ള അനന്തൻ പോലും ഹനുമാനെ സ്തുതിക്കണമെങ്കിൽ ഒരു തലയുള്ള നമ്മുടെ കാര്യം പറയണോ? സകല മനുഷ്യരും ഹനുമാനെ സ്തുതിച്ചിരിക്കണം. അങ്ങനെ സ്തുതിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് ഇവിടെ പറയുന്നത്. ഹേ മനുഷ്യ, നീ ഹനുമാനെ സ്തുതിച്ചേ മതിയാകൂ. കാരണം നിനക്ക് ഒരു തലയേ ഉള്ളൂ. 1000 തലയുള്ള അനന്തം പോലും ആരെ സ്തുതിക്കുന്നു? ഹനുമാനെ സ്തുതിക്കുന്നു. എന്നിട്ട് കേവലം ഒരു തല മാത്രമുള്ളവൻ സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ സ്തുതിക്കാതെ നടന്നാൽ അവൻ്റെ തലയിൽ ഒന്നും കാണുകയില്ല. അവരൊരിക്കലും ശ്രീരാമചന്ദ്രനോ കൃഷ്ണനോ പ്രിയപ്പെട്ടവരാകില്ല. കാരണം ശ്രീരാമൻ്റെ അവതാരം തന്നെയാണ് ആരെന്ന് പറയുന്നത്? ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണഭക്തരെ, കൃഷ്ണൻ്റെ പ്രീതി കിട്ടണമെങ്കിൽ നിങ്ങൾ ഹനുമാനെ സേവിക്കണം. അല്ലാതെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, രാമനെ പൂജിക്കുന്നവരാണ് ആരെ സേവിക്കുന്നത്, ഹനുമാനെ അല്ല. കാരണം രാമൻ തന്നെയാണ് ആരായിട്ട് വന്നിരിക്കുന്നത്? കൃഷ്ണനായി വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഹനുമാനെ പൂജിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അനന്തൻ പോലും സ്തുതിക്കത്തക്ക വണ്ണം അത്രയ്ക്ക് കഴിവും അത്രയ്ക്ക് ധീരതയും അത്രയ്ക്ക് വിശ്വസ്തനുമാണ് ഹനുമാൻ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഹനുമാനെ ഭജിക്കാൻ. കാരണം തൻ്റെ ഭക്തരെ ഹനുമാൻ കൈവിടില്ല. കാരണം ഹനുമാൻ സ്വാമി അത്രയ്ക്ക് വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രന് ഹനുമാൻ സ്വാമിയോട് അത്രയ്ക്ക് സ്നേഹവും അത്രയ്ക്കും ആദരവും ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ എത്ര തവണ ആലിംഗനം ചെയ്തിട്ടും തൃപ്തി വരാതെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്യുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ 1000 തലയുള്ള അനന്തൻ പോലും എപ്പോഴും ആരുടെ പ്രശസ്തിയാണോ പാടിക്കൊണ്ടിരിക്കുന്നത് ആ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു, ഞങ്ങൾ വണങ്ങുന്നു, രാധേ രാധേ ചാനലിലെ ഓരോ അംഗങ്ങളും വണങ്ങുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണേ. സനകാദിക ബ്രഹ്മാദി മുനീഷ നാരദ ശാരദ സഹിത ഹരീഷ. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. സനകാദിക ബ്രഹ്മാദി മുനീഷ നാരദ സാരദ സഹിത അഹീഷ. അർത്ഥം എഴുതിക്കോ. സനകാദി, സനകാദി എന്ന് പറഞ്ഞാൽ സനകൻ, സനാതനൻ, സനന്ദൻ, സനത് കുമാരൻ തുടങ്ങിയ മുനിമാര്, അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സനകൻ, സനാതനൻ, സനന്ദൻ, സനത് കുമാരൻ തുടങ്ങിയ മുനിമാര് എന്നാണ്. പിന്നെ ബ്രഹ്മാദി മുനീഷ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ. ബ്രഹ്മാദി മുനീഷ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ. സാരത്, സാരത് എന്ന് പറഞ്ഞാൽ സരസ്വതീ ദേവി, സാക്ഷാൽ സരസ്വതീ ദേവി, അതാണ് സാരത് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ കവി പറയുന്നത്? ഹേ ഹനുമാൻ സ്വാമി, അല്ലയോ ഹനുമാൻ സ്വാമി, സാക്ഷാൽ സനകാദി മുനികൾ പോലും അങ്ങയെ വണങ്ങുന്നു. പിന്നെ പറയണോ?
സനകാദി മുനികളെയൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇല്ലേ? ഗോലോകത്ത് ചെന്നപ്പോൾ കടത്തിവിട്ടില്ല ദ്വാരപാലകർ. അങ്ങനെയാണ് സനകാദി മുനിമാര് കാവൽക്കാരെ ആയ ജയവിജയന്മാരെ ശപിക്കുകയും അവരാണ് പിന്നീട് രാവണനും മറ്റുമായി പിറക്കുകയും ഒക്കെ ചെയ്തത്. അത് വേറെ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് ആരെന്ന് പറയുന്നത്, അത്രയ്ക്ക് പ്രശസ്തരാണ്, ശക്തിയുള്ളവരാണ് ആരെന്ന് പറയുന്നത് സനകാദി മുനിമാർ. ഗോലോകത്ത് പ്രവേശിക്കാൻ പോലും മനസ്സിലായ പ്രാപ്തി നേടിയെടുത്തവരാണ് സനകാദി മുനിമാര്. അപ്പോൾ ആ സനകാദി മുനികൾ പോലും ഹനുമാൻ സ്വാമിയെ വണങ്ങുന്നു. പിന്നെ ബ്രഹ്മാവ്, സാക്ഷാൽ ബ്രഹ്മാവ്, സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ്. നിങ്ങൾ എൻ്റെ നാരായണീയം ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം ആരാണ് ബ്രഹ്മാവെന്ന് പറയുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവ്. നമ്മളത് പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഹിരണ്യഗർഭൻ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ അംശാവതാരമായ ബ്രഹ്മാവ് പോലും ഹനുമാനെ വണങ്ങുന്നു. സാക്ഷാൽ നാരദമുനി എപ്പോഴും നാരായണ നാരായണ ജപിക്കുന്ന നാരദമുനി ആരെ വണങ്ങുന്നു? ഹനുമാനെ വണങ്ങുന്നു. വിദ്യയുടെ ദേവതയായ സാക്ഷാൽ സരസ്വതീ ദേവി ആരെ വണങ്ങുന്നു? നമ്മുടെ ഹനുമാൻ സ്വാമിയെ വണങ്ങുന്നു. പിന്നെ ശേഷനാഗമാരെ വണങ്ങുന്നു? ഹനുമാൻ സ്വാമിയെ വണങ്ങുന്നു. ശേഷനാഗം ഹനുമാൻ സ്വാമിയെ സ്തുതിക്കുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഹനുമാൻ സ്വാമിയെ മാനിക്കാത്തവരായി ഈ 14 ലോകങ്ങളിലും ആരുമില്ലെന്നറിയുക. അങ്ങനെ സനകാദി മുനിമാരും ബ്രഹ്മാവും നാരദനും സരദനും ദേവന്മാരും മറ്റു പ്രശസ്തരായ സകലരും ഒന്നുപോലെ വണങ്ങുന്നതാണ് ഹനുമാൻ സ്വാമിയെ. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ പ്രശസ്തി സർവത്ര വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെ സനകാദി മുനികളും ബ്രഹ്മാദി ദേവന്മാരും നാരദനും സരസ്വതീ ദേവിയും ശേഷനാഗവും അങ്ങനെ സകലരും 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 വണങ്ങുന്ന ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തരും വണങ്ങുന്നു. യമകുബേര ദിക്പാല ജഹാം തേ കവി കോവിത കഹി സകേ കഹാം തേ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കയറാം. ജമ കുബേര ദിഗപാല ജഹാം തേ കവി കോവിത കഹി സകയും കഹാം തേ. ശ്രദ്ധിച്ചു കേട്ടെ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്ന? ജമ, ജമ എന്ന് പറഞ്ഞാൽ യമൻ, കാലൻ, യമൻ. കുബേര, നമ്മുടെ കുബേരൻ. ദിഗപാല, 8 ദിക്കുകളുടെയും അധിപന്മാർ. ദിഗപാല, 8 ദിക്കുകളുടെയും അധിപന്മാർ. ജഹാം തേ എന്നിവരെല്ലാം, ജഹാം തേ എന്നിവരെല്ലാം. കവി, കവി എന്ന് പറഞ്ഞാൽ ഇവിടെ കവി എന്നാണ്, അല്ലാതെ കവി കുരങ്ങ ആർദ്ദമല്ല. കവി എന്ന് പറഞ്ഞാൽ കവി. കോപിത, കോപിത പണ്ഡിതൻ, കോപിത പണ്ഡിതൻ. സകയും, സകയും സാധിക്കും. കഹാംതോ, കഹാംതോ പറയുവാൻ സാധിക്കും. കഹാംതോ എന്താണ് അർത്ഥം? പറയുവാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഹനുമാൻ സ്വാമി സാക്ഷാൽ യമൻ, കുബേരൻ, 8 ദിക്കുകളുടെയും അധിപന്മാര്, ദിക്പാലകന്മാര്, ഇവരൊക്കെ അങ്ങയുടെ മഹത്വം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്നത് സനകാദി മുനികൾ, ബ്രഹ്മാവ് ഇല്ലേ, നാരദനെ, ശേഷനാഗമേ, പിന്നെ സാക്ഷാൽ സരസ്വതീ ദേവി ബഹുമാനിക്കുന്നു. അതുകൂടാതെ 8 ദിക്കുകളുടെയും അധിപന്മാര്, സാക്ഷാൽ യമരാജൻ പോലും അങ്ങയുടെ മഹത്വം വർണ്ണിക്കുന്നു. കുബേരൻ പോലും അങ്ങയുടെ മഹത്വം വർണ്ണിക്കുന്നു. അപ്പൊ എന്തൊരു ശക്തിയാണ്, എന്തൊരു മഹത്വമാണ് അങ്ങേക്ക്. അപ്പൊ അവരൊക്കെ വർണ്ണിക്കുന്ന, അവര് വർണ്ണിച്ചിട്ട് പോലും പൂർണ്ണമായും അങ്ങയുടെ മഹത്വം വർണ്ണിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഒരു സാധാരണ തുളസീദാസ് എന്ന ഈ മനുഷ്യനായി പിറന്ന കവിക്ക് എങ്ങനെ അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് പൂർണ്ണമായും പറയാനായി പറ്റും? അതായത് തന്നെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ ഭഗവാന്റെ കഴിവ്, ഹനുമാൻ ഭഗവാന്റെ ഗുണങ്ങൾ, ഹനുമാന്റെ ശക്തി അത് പൂർണ്ണമായും വാഴ്ത്താൻ
ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് വിനയത്തോടെ പറയുകയാണ്. എന്തുകൊണ്ട്? സനകാദി മുനികൾക്കും നാരദർക്കും 8 ദിക്പാലകർക്കും യമനും കുബേരനും കഴിയാത്തത് എങ്ങനെയാണ് ഒരു കവിയായ സൂർദാസിന് കഴിയുന്നത്? അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ മഹത്വങ്ങൾ, ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങൾ മനുഷ്യർക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് സൂർദാസ് എന്ന കവി പറയുകയാണ്, ഞാൻ ഈ വർണ്ണിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ കഴിവുകൾ യഥാർത്ഥത്തിലുള്ളതിൻ്റെ 1/100,000 മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ യമധർമ്മനും കുബേരനും 8 ദിക്പാലകരും എല്ലാം വർണ്ണിക്കുന്ന ഹനുമാൻ സ്വാമിയെ ഒരു മനുഷ്യനായ തുളസീദാസിന് പൂർണ്ണമായും ഒരിക്കലും വർണ്ണിക്കാൻ പറ്റാത്ത ഹനുമാൻ സ്വാമിയെ, അത്രയ്ക്ക് മഹത്തായ ശക്തിവിശേഷമുള്ള ഹനുമാൻ സ്വാമിയെ ഞാൻ നമിക്കുന്നു. ഞങ്ങൾ രാധേ രാധേ ചാനലുകാർ നമിക്കുന്നു. तुम उपकार सुग्रीव ही कीन्हा राम मिलाय राजपद दीन्हा. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് വരാം. തുമ ഉപകാര സുഗ്രീവഹാം കീൻഹ രാമമിലയ രാജപദ ദിൻഹ. തുമ അങ്ങയുടെ, ഉപകാരം, സുഗ്രീവഹിം കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗ്രീവഹിം കീൻ, സുഗ്രീവന് വലിയൊരു ഉപകാരം ചെയ്തു, അല്ലെങ്കിൽ സഹായം. സുഗ്രീവന് വലിയ ഒരു ഉപകാരം ചെയ്തു, അല്ലെങ്കിൽ സഹായം ചെയ്തു. രാമമിലായ, രാമനെ കാണിച്ചു കൊടുക്കുന്നത്. രാമമിലായ, രാമനെ കാണിച്ചു കൊടുക്കുന്നത്. രാജപഥ, അർത്ഥം രാജപദവി. ദീൻഹ, ദീൻഹ നൽകിയത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് സുഗ്രീവന് വലിയ ഒരു സഹായമാണ് ചെയ്തു കൊടുത്തത്. കാരണം സുഗ്രീവനെ ശ്രീരാമ ഭഗവാനുമായി സഖ്യമുണ്ടാക്കാനായി കൊണ്ടുവന്നത് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സുഗ്രീവനുമായി ഒരു സഖ്യം സ്ഥാപിക്കാൻ ശ്രീരാമ ഭഗവാൻ തയ്യാറായത്. അത് സുഗ്രീവന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ബാലിയുടെ ആക്രമണത്തിൽ നിന്നും ബാലിയുടെ പിടിയിൽ നിന്നും സുഗ്രീവൻ രക്ഷപ്പെട്ടതും ഒടുവിൽ സാക്ഷാൽ രാമഭഗവാൻ തന്നെ ബാലിയെ വധിക്കുകയും അങ്ങനെ സുഗ്രീവന് രാജാവാക്കുകയും ചെയ്തു. അങ്ങനെ സുഗ്രീവന് തൻ്റെ നഷ്ടപ്പെട്ട രാജപദവി കിട്ടിയത് ശ്രീരാമനുമായുള്ള സഖ്യത്തിൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ ആ സഖ്യത്തിലേക്ക് കൊണ്ടുവന്നത് ആരായിരുന്നു? ഹനുമാൻ സ്വാമിയായിരുന്നു. അപ്പം രാമനുമായി സഖ്യം ചെയ്തില്ലെങ്കിൽ ഒരിക്കലും സുഗ്രീവൻ എന്തുണ്ടാകത്തില്ല? രാജപദവി തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. ഈ ശ്രീരാമ ഭഗവാന്റെ ലങ്കയിലെ വിജയത്തിന് സുഗ്രീവൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഹനുമാൻ സ്വാമി സുഗ്രീവനോട് കരുണ കാണിച്ചത് കൊണ്ടാണ് സുഗ്രീവൻ രക്ഷപ്പെട്ടത്. എന്നും സുഹൃത് ബന്ധങ്ങൾക്ക്, സൗഹൃദ ബന്ധങ്ങൾക്ക് ഹനുമാൻ സ്വാമി വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. അപ്പൊ ശ്രീരാമ ഭഗവാനുമായി സഖ്യമുണ്ടാക്കാനായി സുഗ്രീവനെ കൊണ്ടുവരികയും ആ സുഗ്രീവൻ ശ്രീരാമനുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ സഹായിക്കുകയും ചെയ്ത സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. तुम्हारो मंत्र विभीषण माना लंकेश्वर भय सब जग जाना. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തുംഹരോ മന്ത്ര വിഭീഷണ മാന ലങ്കേശ്വര ഭയേ സബ് ജഗ് ജാന. അർത്ഥം എഴുതിക്കോ. തുംഹര അർത്ഥം അങ്ങയുടെ, മന്ത്ര അർത്ഥം ഉപദേശം, വിഭീഷണ അർത്ഥം വിഭീഷണൻ, ലങ്കേശ്വര അർത്ഥം ലങ്കാധിപതി, ഭയേ അങ്ങനെ സംഭവിച്ചത്, സബ് ജഗ് ജാസ അർത്ഥം ലോകം മുഴുവൻ അറിയാം.
സബ് ജഗ് ജാസ, അർത്ഥം ലോകം മുഴുവൻ അറിയാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഹനുമാൻ സ്വാമി, ഹനുമാൻ സ്വാമിയുടെ ഉപദേശം സ്വീകരിച്ചതുകൊണ്ടാണ് വിഭീഷണൻ ശ്രീരാമന്റെ പക്ഷത്തേക്ക് വന്നത്. അതോടൊപ്പം തന്നെ പിന്നെ രാവണൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധവും വിഭീഷണനുണ്ടായിരുന്നു. എങ്കിലും ഹനുമാൻ സ്വാമി അതിനകത്തൊരു നിർണായകമായ പങ്കുവഹിച്ചു. അപ്പൊ ഹനുമാൻ സ്വാമി നൽകിയ നല്ല ഉപദേശങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് വിഭീഷണൻ രാമപക്ഷത്തേക്ക് വരികയും ശ്രീരാമ ഭഗവാൻ ലങ്ക ആക്രമിച്ച് രാവണനെ വധിച്ചു കഴിഞ്ഞതിന് ശേഷം വിഭീഷണനെ ലങ്കയുടെ രാജാവായി വാഴിക്കുകയും ചെയ്തത്. അങ്ങനെ രാമന്റെ പക്ഷത്തേക്ക് ഹനുമാൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വന്നതുകൊണ്ടാണ് വിഭീഷണന് ഏത് കിട്ടിയത്? രാജപദവി തിരിച്ചു കിട്ടിയത്. അതായത് നേരത്തെ കണ്ടില്ലേ, സുഗ്രീവന് രാജപദവി കിട്ടിയത് ഹനുമാൻ സ്വാമി മുഖാന്തരമാണ്. അതുപോലെ വിഭീഷണനും രാജപദവി കിട്ടിയത് ഹനുമാൻ സ്വാമി മുഖാന്തരമാണ്. അങ്ങനെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിക്ക് ഉചിതമായ ഉപദേശം നൽകാൻ ഹനുമാൻ സ്വാമിക്കുള്ള കഴിവ് അപാരമാണ്. അങ്ങനെ വിഭീഷണനെ രാമപക്ഷത്തേക്ക് കൊണ്ടുവരികയും ലങ്കയുടെ രാജാവാക്കാൻ സഹായിക്കുകയും ചെയ്ത സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. युग सहस्र योजन पर भानु लील्योताहि मधुर फल जानु. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ജുഗസഹസ്ര ജോജന പർ ഭാനു ലീല്യോതാഹി മധുരഫല ജാനു. അർത്ഥം എഴുതിക്കൊള്ളൂ അതിനകത്ത്. ജുഗ അർത്ഥം യുഗം, യുഗം. സഹസ്ര 1000, ജോജന അർത്ഥം യോജന, ഭാനു അർത്ഥം സൂര്യൻ, ലില്യോ ഭക്ഷിക്കാൻ ശ്രമിച്ചു, മധുരഫല മധുരമുള്ള പഴം, പഴം, പിന്നെ ജാനു, ജാനു എന്ന് പറഞ്ഞാൽ അങ്ങനെ കരുതി എന്നാണ് അർത്ഥം. അതായത് ഹനുമാൻ സ്വാമിയുടെ ബാല്യകാലത്തെ പരാക്രമത്തെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അല്ലയോ ഹനുമാൻ സ്വാമി, 1000 യുഗങ്ങൾ ചേർന്ന് അത്രയും യോജന അകലെയുള്ള സൂര്യഭഗവാനെ കണ്ടപ്പോൾ ഏതോ ഒരു മധുരഫലം ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണെന്നാണ് ഹനുമാൻ സ്വാമിക്ക് തോന്നിയത്. അപ്പം നമ്മൾ മാവിനകത്ത് മാമ്പഴം കാണുമ്പോൾ ഒരു പഴം പഴുത്തു നിൽക്കുന്നു എന്ന് തോന്നുന്നത് പോലെ ഇവിടെ 1000 യുഗങ്ങൾ ചേർന്ന് അത്രയും യോജന എന്ന് പറഞ്ഞാൽ 1000 യോജന അകലെയുള്ള സൂര്യനെ കണ്ടപ്പോൾ ഹനുമാൻ സ്വാമിക്ക് തോന്നി ഇത് തിന്നാൻ കൊള്ളാവുന്ന ഒരു പഴമാണെന്ന് തോന്നുകയും എന്നിട്ട് അതിനെ ഭക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗം എന്ന് പറഞ്ഞാൽ തന്നെ 12,000 വർഷമാണ്. അത് സഹസ്രം എന്ന് പറയുമ്പം 1000, യോജന എന്ന് പറഞ്ഞാൽ 8 മൈല്. അപ്പൊ നമ്മളിത് കണക്ക് കൂട്ടുന്നത് യുഗം ഗുണം സഹസ്രം ഗുണം യോജന. അപ്പൊ ഈ കണക്കനുസരിച്ച് ഏകദേശം സൂർദാസിന്റെ കണക്കനുസരിച്ച് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം നമ്മുടെ സൂർദാസിന്റെ കണക്കനുസരിച്ച് 15 കോടി അകലെയാണ് നിൽക്കുന്നത്. ആ 15 കോടി അകലെ നിൽക്കുന്ന സൂര്യനെ കണ്ടിട്ട് അത് മധുരഫലമാണെന്ന് വിചാരിച്ച് അത് ഭക്ഷിക്കാൻ വേണ്ടി അത്രയും ദൂരം വരെ ചാടുവാൻ ആരാ? ബാല്യകാലത്തുള്ള ഹനുമാൻ ശ്രമിച്ചു. അങ്ങനെ 15 കോടി അകലെ നിൽക്കുന്ന സൂര്യനെ വരെ ഒരു കുട്ടിക്കാലത്ത് ഭക്ഷിക്കാൻ ശ്രമിച്ച് സാക്ഷാൽ സൂര്യനെ പോലും വിരട്ടിയ ആളാണ് ആരെന്ന് പറയുന്നത്? ഹനുമാൻ സ്വാമി. അങ്ങനെ
15 കോടി അകലെ നിൽക്കുന്ന സൂര്യഭഗവാനെ ഒരു മധുരഫലമാണെന്ന് കരുതി ചാടി ഭക്ഷിക്കാൻ ശ്രമിച്ച സാക്ഷാൽ ഹനുമാനെ ഞാൻ വണങ്ങുന്നു. ഇനി തുടർന്നുള്ള ശ്ലോകങ്ങൾ പറ്റുമെങ്കിൽ ഞാൻ ശനിയാഴ്ച ഇടും, അല്ലെങ്കിൽ ബുധനാഴ്ച ഇടും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.